ഒരിക്കൽ ഗുരുവും ശിഷ്യനും കൂടി യാത്ര പോവുകയാണ്. ഒട്ടകപ്പുറത്താണ് യാത്ര. രാത്രിയായപ്പോൾ ഒരു സത്രത്തിൽ എത്തിച്ചേർന്നു. ശിഷ്യനോട് ഒട്ടകത്തിന് ഭക്ഷണം കൊടുത്ത് അതിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കെട്ടിയിടാൻ ആവശ്യപ്പെട്ട് ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി ഗുരു അകത്തേക്ക് കയറിപ്പോയി. ക്ഷീണവും അലസതയും കാരണം ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കാനോ അതിനെ കെട്ടിയിടാനോ മെനക്കെടാതെ ശിഷ്യൻ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈശ്വര, ഈ ഒട്ടകത്തെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് ഗുരുവിന്റെ പിന്നാലെ തന്നെ സത്രത്തിനകത്തേക്ക് കയറിപ്പോയി ഉറക്കം പിടിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒട്ടകത്തെ കാണാനില്ല. ഒട്ടകം എവിടെ എന്ന് ഗുരു ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞു: ഗുരു, അങ്ങാണല്ലോ പറയാറ്, എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചാൽ മതിയെന്ന്. ഞാൻ ഒട്ടകത്തെ കാത്തുകൊള്ളാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. ഗുരുവിന് ദേഷ്യം വന്നുവെങ്കിലും അദ്ദേഹം ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു: ഈശ്വരനെ ആശ്രയിക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ ഈശ്വരൻ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത് നിന്നിലൂടെയായിരുന്നു. ഒട്ടകത്തെ കെട്ടിയിടാൻ ഈശ്വരന് നിന്റെ കൈകൾ ആവശ്യമായിരുന്നു. സ്വന്തം അലസതയെ മൂടിവെക്കാനുള്ള ഒരു കവചമായി വിശ്വാസത്തെ കാണുന്ന പലരുമുണ്ട്. എല്ലാം ഈശ്വരൻ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് അലസമായിരിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. കാരണം ദൈവം എപ്പോഴും അധ്വാനിക്കുന്നവന്റെ കൂടെയാണ്, അലസന്റെ കൂടെയല്ല.